എന്തൊരു കാത്തിരിപ്പാണ് രജി. ജൂൺ 4 വരെ 1.5 മാസം. അതുകൊണ്ട് എന്താ ആളുകളിങ്ങനെ ടെൻഷൻ അടിച്ച് വല്ലാതെ വീർപ്പ് കഴിഞ്ഞ ഇത് വെറുതെ ടെൻഷൻ അടിക്കരുത്. അനാവശ്യമായൊരു ടെൻഷനാണത്. എന്തോർത്ത് ടെൻഷൻ അടിക്കുമെന്ന് പറഞ്ഞാണ് ആളുകൾ നടക്കുന്നത്. യുവർ വോട്ട് ഈസ് സേഫ് ഇൻ EVM. ഇറ്റ് ഈസ് വെൽ പ്രൊട്ടക്റ്റഡ്. വൈ ഡു യു വറി? അല്ല, ചെയ്ത ആൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാനുള്ള അവകാശമില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്, അവകാശമുണ്ട്. അതിൻ്റെ ആകാംക്ഷയാണ് അത്. ശരി, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമില്ല. കഴിഞ്ഞ തവണയും ഇങ്ങനെ ചിലപ്പോൾ കുറച്ച് കുറയും. ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോയിട്ട് മെയ് അവസാനമാണ് വെച്ചിരുന്നതെങ്കിൽ നമുക്കൊരു 4 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് അറിയാമായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് നേരത്തെ ആയിപ്പോയി. നമ്മളെക്കാൾ നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരു തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു അവർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഒരു വിഷയമാക്കരുത്. അത് അത്രയ്ക്കുള്ള ഒരു ആങ്സൈറ്റി നല്ലതല്ല, ഒരു ഹെൽത്തി ആങ്സൈറ്റി അല്ല. ലെറ്റ് ഇറ്റ് കം. നമ്മൾ ഭാരതം ഒന്നാണല്ലോ, അപ്പോൾ എല്ലാവരും ഒക്കെ വോട്ട് ചെയ്തൊക്കെ തീരട്ടെ. ഏതായാലും ഈ ആകാംക്ഷ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു സഹജവാസനയാണ്. അതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ആർക്കായിരിക്കും കേരളം കിട്ടുക. TG ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എങ്ങനെയാണ് കേരളത്തിലെ റിസൾട്ട് എന്തായിരിക്കുമെന്നാണ് ഞാൻ ഈ ഏകദേശം 1965-67 മുതലൊക്കെ ഈ രാഷ്ട്രീയം മാറി നിന്ന് നിരീക്ഷിക്കുന്ന ആളാണ്. ഒരിക്കലും ഞാനതിൻ്റെ നടുക്ക് പോയിട്ടില്ല. ഒരു ബഹളത്തിനോ ഇതിനോ ഏതെങ്കിലും പാർട്ടിയിൽ എവിടെയെങ്കിലും പോസ്റ്റ് അതൊന്നും പോയിട്ടില്ല. മാറി നിന്ന് വീക്ഷിക്കുകയാണ്. കാരണം എൻ്റെ ഗ്രെയിൻ ഓഫ് സ്ട്രക്ചർ പൊളിറ്റിക്സിനെ പറ്റിയതല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ കാര്യം എന്തുമായിക്കോട്ടെ, ഞാൻ അതുകൊണ്ട് റിസൾട്ട് എങ്ങനെയാവും എന്നുള്ള ഒരു ആകാംക്ഷ എനിക്ക് നേരത്തെയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പം അതും ഇല്ല. പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൊല്യൂഷൻ്റെ ആയിട്ടല്ല, ശരി വരട്ടെ നോക്കാം എന്നുള്ള ആ ഒരു മെച്യൂരിറ്റി കൊണ്ട് വെയിറ്റ് ആൻഡ് സി. മറ്റേ ഞാൻ ചെറുപ്പമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് 24 മണിക്കൂറും TV നോക്കിയിരിക്കുക ആ ഒരു ആവേശമുള്ള പ്രായമുണ്ടല്ല. അത് കഴിഞ്ഞപ്പോൾ ശരി തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, നമ്മൾ നമ്മുടെ സമയത്ത് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, എണീക്കുക. അപ്പോഴും ഈ പറഞ്ഞ പോലെ ആകാശമൊന്നും ഇടിഞ്ഞു വീഴാനൊന്നുമില്ല. മനസ്സിലായി? കുറേ വാചകം നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നേ ഉള്ളൂ അന്യോന്യം. ഇപ്പോൾ ആ നല്ല വാചകങ്ങൾ പോലുമില്ല. പണ്ട് TV വന്നുകൊണ്ടിരുന്ന ആൾക്കാർ 91 ഇലക്ഷന് AB വാജ്പേയി രാത്രി 11 മണിക്ക്, LK അദ്വാനി ഒരു 9:45 മണിക്ക്, ലാസ്റ്റ് VIP വാസ് വാജ്പേയി. DD2 വന്നു. ഡിസ്കഷന് ഒറ്റയ്ക്കുള്ളൂ അദ്ദേഹം. ചോദ്യം അത് അന്ന് ഈ പ്രണോയ് റോയ് DD2 പ്രണോയ് റോയ് മറ്റേ ആ ഹിന്ദിയിൽ സംസാരിക്കുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു. വിനോദ് ദുവയും പ്രണോയ് റോയ്. വാജ്പേയി ചോദിക്കുന്നു ഇതിനെപ്പറ്റി, വോട്ടിങ്ങിനെ പറ്റിയല്ല. വാജ്പേയിയാണ് ഇത് നെഗറ്റീവ് വോട്ടാണോ പോസിറ്റീവ് വോട്ടാണോ എന്ന ചോദ്യത്തിന് വാജ്പേയിയാണ് ആദ്യമായിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ വാജ്പേയിയുടെ പോയിൻ്റാണ്. താങ്ക്സ് ടു വാജ്പേയി, ഞാൻ അക്നോളജ് ചെയ്തില്ല എന്നേ ഉള്ളൂ. അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് ഒരു വോട്ടും പോസിറ്റീവോ നെഗറ്റീവോ അല്ല. ഇതിൽ പല എലമെൻറ്റ്സ് ഉണ്ട്. പോസിറ്റീവ് എലമെൻ്റ് ഉണ്ട്, നെഗറ്റീവ് എലമെൻ്റ് ഉണ്ട്, ന്യൂട്രൽ എലമെൻ്റ് ഉണ്ട്, പേഴ്സണൽ എലമെൻ്റ് ഉണ്ട്. ഈവൻ ദ ഫൈറ്റ് വിത്ത് യുവർ വൈഫ് വിൽ റിഫ്ലക്റ്റ് ഇൻ ദ വോട്ട്. അതെ അതെ, നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇതൊക്കെ അന്ന് വാജ്പേയി പറഞ്ഞതാണ്. വാജ്പേയി പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെ വോട്ട് സിമ്പിളല്ല. വോട്ട് യെസ് ഓർ നോയാണ് സാധനം. ബട്ട് ഇറ്റ് ഈസ് യെസ് ആണെങ്കിലും നോ ആണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ പ്രോസസ്സ്. വലിയൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് ഇയാൾ ഒരുപാട് സ്വാധീന ഘടകങ്ങളുണ്ട്, ഒരുപാട് സ്വാധീനിക്കും. അപ്പോൾ അന്ന് BJPക്ക് വലിയ പ്രതീക്ഷയായിട്ടാണ് ഇലക്ഷൻ തുടങ്ങിയത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് രാജീവ് ഗാന്ധിയുടെ ദാരുണമായ അന്ത്യമുണ്ടായി. അതോടെ ഇലക്ഷൻ്റെ ഗതി തിരിഞ്ഞു. അപ്പോൾ അന്ന് ഏകദേശം പകുതി ഇന്ത്യ വോട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു, പകുതി വോട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നുമില്ല. ആ ഫസ്റ്റ് ഫേസിൽ ഉത്തർപ്രദേശിൽ 2 ഫേസായിട്ടായിരുന്നു. ഫസ്റ്റ് ഫേസിൽ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നല്ല സീറ്റ് കിട്ടി. സെക്കൻഡ് ഫേസിൽ തൂത്തുവാരി കോൺഗ്രസ് കൊണ്ടുപോയി ബിക്കോസ് ഓഫ് രാജീവ് ഗാന്ധി മർഡർ. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരാണ് ഈ ഞാനീ പറഞ്ഞ ഫിഗേഴ്സൊക്കെ. ഇപ്പം അങ്ങനെയുള്ള ആളുകളില്ല. പിന്നെ എന്ത് TV കാണാനാണ്? ഒരു തമാശ പറയാൻ TV ആരുമില്ല. അതെ അതെ. രാഷ്ട്രീയക്കാരുടെ തർക്കങ്ങളെല്ലാം ഒരു തീക്ഷ്ണമായ ഭാഷയിലാണ്, അല്ലെങ്കിൽ അച്ചടി ഭാഷയിലാണ്.
ലൈറ്റർ മൊമെൻറ്റിൽ ഒരു കമൻറ്റ് പറയാൻ ആരെങ്കിലും ഉണ്ടാവണ്ടേ? അതില്ല. പഞ്ച് ഡയലോഗില്ല. അച്യുതാനന്ദൻ പ്രായമായിട്ട് സജീവ രാഷ്ട്രീയം വിട്ടതോടെ കേരള രാഷ്ട്രീയത്തിൽ പഞ്ച് ഡയലോഗിൻ്റെ കാലം അസ്തമിച്ചു. ഇപ്പോൾ അങ്ങനൊരു സാധനമില്ല. എല്ലാവരും പല്ല് കടിച്ച് പിടിച്ചിട്ട് അച്ചടി ഭാഷയിൽ പ്രേമേന്ദ്രനാണ് അതിൽ നമ്പർ 1. അപ്പോൾ പ്രേമേന്ദ്രനെ അനുകരിച്ച് വേറെ ഒരുപാട് പേര്, പിന്നെ മനസ്സിലാവാത്ത രീതിയിൽ സംസാരിക്കുന്ന രാജീവ്, MV ഗോവിന്ദൻ, ഇതുപോലുള്ള ആൾക്കാർ. ചുരുക്കി പറഞ്ഞ് മനുഷ്യനായിട്ട് പെരുമാറുന്ന ഒരു രാഷ്ട്രീയക്കാരനെ കാണാൻ കൊതിയാകും. ഒരു കാര്യം ഞാൻ പറയാം, അക്ഷരത്തെറ്റില്ലാതെ, വ്യാകരണത്തെറ്റില്ലാതെ, ഉച്ചാരണം മലബാറിൻ്റെ തനതായ ഉച്ചാരണമാണെന്നേ ഉള്ളൂ, പക്ഷെ അതിൽ തെറ്റില്ല. ഇങ്ങനെ സംസാരിക്കുന്ന മനുഷ്യൻ പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. ശരിയാണ്, എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഒരിക്കലും പിണറായി വിജയൻ ഒരു വ്യാകരണ തെറ്റ് വരുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം എവിടെയാണോ തുടങ്ങുന്നത് കറക്റ്റായിട്ട് അതിൻ്റെ സബ്ജക്റ്റ് പ്രെഡിക്റ്റൊക്കെ നോക്കി അവസാനിപ്പിക്കും. കൃത്യമായൊരു ഫ്ലോ ഉണ്ട്. ആ വെരി ഹൈ പിച്ചിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു 20 മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും, ഉറക്കം വരാൻ തുടങ്ങും. ബട്ട് അദ്ദേഹമായിട്ട് തെറ്റൊന്നും വരുത്തുന്നില്ല. ശുദ്ധമായ മലയാളമാണ്. ആക്സെൻറ്റ് മലബാറാണ്. അത് അദ്ദേഹം അവിടെ ജനിച്ചു, അതിൻ്റെ ആക്സെൻ്റ് ഉണ്ടാവുമല്ലോ. ഈ എന്താ കേന്ദ്രം എന്നൊക്കെ പറയുക, ഇന്ദ്രൻ, ചന്ദ്രൻ, അത് ആ ഭാഗത്തുള്ളവർ അങ്ങനെയാണ് പറയുന്നത്. അവരെ സമയത്തോളം അതാണ് ശരി. ഇപ്പോൾ തെക്കോട്ട് വരുമ്പോഴാണല്ലോ കൊല്ലത്തില്ല, വൈക്കത്തുമില്ല എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ സമ്പ്രദായമാണ്, തിരുവിതാംകൂറുകാരുടെ. അത് അവിടെയും അവർക്കും വളരെ ഓടായിട്ട് തോന്നും. അതുപോലെ PC ജോർജൊക്കെ പറയുന്ന പോലെ ചുമല, ചേർത്തലക്കാരൊക്കെ ചുമല എന്നാണ്. അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ ചുവപ്പിന് ചുമല എന്നാണ് പറയുന്നത്. വടക്കന്മാർക്ക് ഇത് മനസ്സിലാവുക പോലുമില്ല. ഏതായാലും അതവിടെ നിൽക്കേണ്ടേ, ഭംഗിയായിട്ട് ഈ വ്യാകരണത്തെറ്റില്ലാതെ ഉച്ചാരണ ശുദ്ധിയോടെ സംസാരിക്കുന്ന ഏക മനുഷ്യൻ പിണറായി വിജയനാണ് ഇപ്പോൾ. ബാക്കിയുള്ളവർക്ക് അവർ BD സതീശൻ സംസാരിക്കുന്നത് തെറ്റൊന്നുമില്ല, വ്യാകരണം തെറ്റും വരാറില്ല. പക്ഷേ ഒരു ഫോർമൽ സ്പീച്ചാണ് പലപ്പോഴും. പിണറായി വിജയനെ പോലെ ഒരു ലളിതമായ സ്പീച്ചല്ല. EMS അതിനൊരു മാതൃകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? EMS വളരെ ലളിതമായ മലയാളത്തിൽ എഴുതുകയുള്ളൂ. വളരെ EMSൻ്റെ ലേഖനങ്ങളൊക്കെ വായിക്കാനുള്ള രസം അതിൻ്റെ ലാളിത്യമാണ്. സിമ്പിളായിട്ട് പുള്ളി എഴുതും. ബാബറി മസ്ജിദ് പൊളിക്കരുത് എന്ന് ഞാൻ, ബാബറി മസ്ജിദ് മാത്രമല്ല 3000 പള്ളി പൊളിക്കുമെന്ന് പരമേശ്വരൻ. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. ഇങ്ങനെ എഴുതും പുള്ളി. എഴുതിയത് പച്ചക്കളവാണ്. 3000 പള്ളി പൊളിക്കണമെന്ന് P പരമേശ്വരൻ എവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ EMS അങ്ങ് എഴുതും. ഇത്ര ലളിതമായിട്ട് എഴുതും. ഇതിനെ ഖണ്ഡിക്കുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പ്രൊപ്പഗാൻഡയുടെ ബലം വളരെ വലുതാണ്. അപ്പോൾ P പരമേശ്വരൻ ഇത് ഖണ്ഡിക്കണമെങ്കിൽ മിനിമം 3 ലേഖനം മാതൃഭൂമിയിൽ എഴുതണം, എങ്കിലേ EMSനെ ഖണ്ഡിക്കാൻ പറ്റുള്ളൂ. ഇതായിരുന്നു EMSൻ്റെ ലാളിത്യം കൊണ്ടുള്ള ആക്രമണം. ഇതൊന്നും തന്നെ ഇപ്പോൾ കാണാനില്ല രാഷ്ട്രീയ രംഗത്ത്. ഞാൻ CPM ഇതേ രീതിയിൽ BJP ആക്രമിക്കണം എന്നുള്ള അർത്ഥത്തിൽ പറയുകയല്ല. ബട്ട് ഒരു പഞ്ചുണ്ടല്ല, അത് VS അച്യുതാനന്ദനുണ്ടായിരുന്നു. EMSൻ്റെ ലാളിത്യത്തിൻ്റെ പഞ്ചുണ്ടായിരുന്നു. പിണറായി വിജയന് ലാളിത്യമുണ്ട്, പക്ഷെ പഞ്ചില്ല. പഞ്ച് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, അത് വരുന്നില്ല, അങ്ങനെ എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ട് കോട്ട് ചെയ്യാവുന്നൊരു പ്രയോഗം പിണറായിയുടെ വരുന്നില്ല. ആകെ ഇന്നലെ പറഞ്ഞ എന്താ, പാപി ശിവൻ്റെ കൂടെ കൂടിയാൽ ശിവനും പാപി ആയിരുന്നു, അങ്ങനെ ഒരു ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല. ഇല്ല, വാസ്തവത്തിൽ അത് അദ്ദേഹം എവിടെ നിന്ന് കേട്ടു എന്ന് എനിക്കറിയില്ല. അദ്ദേഹം സോഴ്സ് പറയേണ്ടതാണ്. ഒരുപക്ഷെ ആ ലൊക്കാലിറ്റിയിൽ ഉള്ള വല്ല ചൊല്ലുവാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അതൊന്നും ഒന്ന് ഒക്കുന്നില്ല ആ ചൊല്ല്. ഇരിക്കട്ടെ, ഏതായാലും അപൂർവമായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതാണ്. എന്നിട്ടും അതിനൊരു പഞ്ച് ഇല്ലാതെ പോയി. അപ്പോൾ ഇതില്ലാതെ വന്നു കഴിയുമ്പോൾ മൊത്തത്തിൽ എനിക്ക് ഇതിൻ്റെ ഫലം എന്താകും എന്നൊക്കെയുള്ള ആങ്സൈറ്റി ഇല്ല. ബട്ട് ഈ ചോദ്യം വരും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അസസ്മെൻ്റ് എഴുതി വെച്ചു. ഇത് സർവേ ഒന്നുമല്ല, ഒട്ടുമല്ല. ഞാൻ എൻ്റെ ഫീഡ്ബാക്ക് എടുത്തതാണ്. കാൽക്കുലേഷൻ എന്നും പോലും പറഞ്ഞുകൂടാ. ഒരു നിയോജകമണ്ഡലത്തിൽ 4-5 പേര് എനിക്കറിയാവുന്നവർ, എന്നോട് സത്യമേ പറയുള്ളൂ എന്ന് ബോധ്യമുള്ളവർ. അതിനകത്ത് ന്യൂട്രൽ ആൾക്കാരുണ്ട്, BJPക്കാരുണ്ട്, BJPക്കുള്ളിൽ പിണങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. പിണങ്ങി എന്ന് വെച്ചാൽ മാറി നിൽക്കുന്നു.
ആയിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു നിൽക്കുമ്പോൾ നിസ്സാര തർക്കങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നു. പക്ഷേ അവർ രാഷ്ട്രീയം വിട്ടിട്ടില്ല. ഒരു ചെറിയ വശപ്പശയിൽ ആശാൻ അത്ര ആക്റ്റീവ് അല്ല എന്നേ ഉള്ളൂ. ബട്ട് മനസ്സിൽ പുള്ളിക്ക് വലിയ ആവേശം ഇങ്ങനെയൊക്കെയുള്ള ടീമൊക്കെ ഉണ്ട്. അപ്പോൾ അവരിൽ നിന്ന് എടുത്ത ഫീഡ്ബാക്ക് വെച്ച് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൽ BJPക്ക് ഏറ്റവും അധികം വിജയസാധ്യതയുള്ള മണ്ഡലമായിട്ട് ഞാൻ കാണുന്നത് ആറ്റിങ്ങലാണ്. പലരും ഇത് കേൾക്കുമ്പോൾ കുറ്റം പറയും, തിരുവനന്തപുരമല്ലേ, തൃശ്ശൂർ സുരേഷ് ഗോപി, കാര്യമൊക്കെ ശരി. എൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് BJPക്ക് കിട്ടുന്ന സീറ്റുകളിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ പോളിംഗ് പെർസെൻറ്റേജും അല്പം കൂടുതലാണ്. സി വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട് അനദർ തിങ്. അല്ല ഞാൻ ഇഷ്ടപ്പെട്ടതല്ല, എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. അതെ, ഞാൻ എൻ്റെ ഫീഡ്ബാക്ക് വെച്ച് ഞാൻ കൂട്ടി വന്നു കഴിഞ്ഞപ്പോൾ ആ ഫസ്റ്റ് സർക്കിളിൽ നിൽക്കുന്നത് ആറ്റിങ്ങലാണ്. തൊട്ടടുത്ത സർക്കിളിലാണ് തിരുവനന്തപുരവും തൃശ്ശൂരും നിൽക്കുന്നത്. സുരേഷ് ഗോപിയും RCയും രാജീവ് ചന്ദ്രശേഖറും ആ വിജയസാധ്യതയുടെ തൊട്ടടുത്ത് ആറ്റിങ്ങലിൻ്റെ തൊട്ടടുത്ത് തൊട്ടില്ല എന്നുള്ള മട്ടിൽ തന്നെ. പക്ഷേ ഒരു മാർജിനൽ അഡ്വാൻറ്റേജ് മുരളീധരനാണ് ഞാൻ കാണുന്നത്. തൃശ്ശൂരാണ് അല്ല ആറ്റിങ്ങൽ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത സർക്കിളിൽ നമുക്ക് കാസർഗോഡുണ്ട്, പാലക്കാടുണ്ട്, ആലപ്പുഴയുണ്ട്, പത്തനംതിട്ടയുണ്ട്, ദാറ്റ് ഈസ് ഓൾ. കാസർഗോഡ്, പാലക്കാട്, ആലപ്പുഴ, പത്തനംതിട്ട, ഇവർ അല്പം അകലത്തിൽ ഉള്ള സർക്കിളിൽ വരുന്നുണ്ട്. ഈ 4 നിയോജകം BJPയുടെ സ്ഥാനാർത്ഥികൾ. ബാക്കിയുള്ളത് LDF UDF ഞാൻ നോക്കിയില്ല. ലീസ് പോകട്ടെ അവർക്ക് എന്ത് കിട്ടും കിട്ടില്ല എന്നൊക്കെ. അപ്പോൾ BJPക്ക് ഒരേ ഒരു സീറ്റാണ് കിട്ടുന്നതെങ്കിൽ അത് ആറ്റിങ്ങലായിരിക്കും. 1 കഴിഞ്ഞാൽ പിന്നെ 3 ആയിരിക്കും BJPക്ക്. തൃശ്ശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലും 3. അതിനപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ കാസർഗോഡ്, പാലക്കാട്, പത്തനംതിട്ട, ആലപ്പുഴ. ആലപ്പുഴ അപ്പോഴേക്ക് 3rd ഫേസിലേ ഉള്ളൂ. 3rd റൗണ്ടിലേ നിൽക്കുന്നുള്ളൂ. ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പക്ഷേ സെക്കൻഡും തേർഡും തമ്മിൽ അല്പം അകലമുണ്ട്. അതായത് ഒരു ഡോട്ട് കുത്തിയാൽ അത് ആറ്റിങ്ങൽ, അതിന് ചുറ്റും ചെറിയൊരു സർക്കിൾ വരച്ചാൽ തൃശ്ശൂരും തിരുവനന്തപുരവും, അതിന് അല്പം അകത്തി ഒരു സർക്കിൾ വരച്ചാൽ അതിലാണ് കാസർഗോഡ്, പാലക്കാട്, പത്തനംതിട്ട, ആലപ്പുഴ. വൃഥാവരക്കലല്ലേ അത്? വൃഥാവരക്കൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ വോട്ടർമാർ അപ്രതീക്ഷിതമായിട്ട് വോട്ട് ചെയ്യും. ഞാനിത് ഈ കാൽക്കുലേഷനോ പ്രവചനത്തിനോ ഒന്നും പോകാതെ സുനിൽ നിർബന്ധിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് എഴുതി എൻ്റെ ഇതിലിട്ടിട്ട് കൊണ്ടുവന്നത്. അതല്ലെങ്കിൽ ഞാനിത് ചെയ്യില്ല. എനിക്കറിയാം വോട്ടർമാർ അൺപ്രഡിക്റ്റബിളാണ്. ഫോർ എക്സാമ്പിൾ വടകരയിൽ ഇപ്പോൾ എല്ലാവരും ഷാഫി ജയിക്കും എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. എൻ്റെ ഫീഡ്ബാക്ക് ശൈലജ ജയിക്കുന്നതാണ്. ഡെസ്പൈറ്റ് ഓൾ ഓഡ്സ് ദാറ്റ് ലേഡി ഈസ് ഗോയിങ് ടു വിൻ വടകര. പക്ഷേ ഇത് പറഞ്ഞാൽ ഇപ്പോൾ കവളമണ്ഡലെടുത്ത് തല്ലു തന്നെ എല്ലാവരും. ബട്ട് എൻ്റെ ഫീഡ്ബാക്ക് അങ്ങനെയാണ്. അപ്പോൾ LDFന് 0 എന്ന് പറയുന്നത് തെറ്റാണ്? LDFന് 0 എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. LDF വിൽ ഡെഫിനറ്റ്ലി ഗെയിൻ ഫ്യൂ സീറ്റ്സ്. അത് ഈ നമ്മൾ കഴിഞ്ഞ തവണ ഇത്ര പെർസെൻറ്റേജ് ആയിരുന്നു, ഇത്തവണ അങ്ങനെയുണ്ട്, ഈ കണക്ക് കൂട്ടലിലൊക്കെയാണ് ഇത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നത് ശരിയാണ്. LDFന് ഒന്നും കിട്ടില്ല എന്ന് വാദിക്കാം, അല്ലെങ്കിൽ ഒരെണ്ണേ കിട്ടുള്ളൂ എന്ന് പറയാം. 2019 ആവർത്തിക്കും. അതൊരു രാഷ്ട്രീയക്കാരൻ്റെ ശബ്ദമാണ്, എൻ്റെ ശബ്ദമല്ല. 2019 ആവർത്തിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് പറയുമ്പോൾ എൻ്റെ BJP സുഹൃത്തുക്കൾക്ക് പോലും ഇഷ്ടപ്പെടുകയുമില്ല. ഈ 2019 ആവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലെങ്കിലും തിരഞ്ഞെടുപ്പ് ആവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു തിരഞ്ഞെടുപ്പും ആവർത്തിക്കപ്പെടുന്നില്ല. നമ്മളുടെ സ്വർണ്ണക്കടത്ത് ഉണ്ടല്ലോ,
ആ പ്രശ്നം കഴിഞ്ഞ് തൊട്ട് പിന്നാലെ വന്നത് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പാണ്. ആ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ ഒരു TV ഷോയിൽ ചർച്ചയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ചോദ്യം. ഞാൻ പറഞ്ഞു ബാധിക്കണമെന്നില്ല. കാരണം സ്വർണ്ണക്കടത്ത് വെച്ചിട്ടല്ല ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. ആ മത്സരിക്കുന്നൊരു ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ ചെറുക്കൻ അവൻ CPM ആണ്. അവർ വലിയ കള്ളക്കടത്തൊക്കെ നടത്തിയ ആൾക്കാരല്ലേ. അത് വല്ല പിണറായി വിജയനോ ആരാണ്ടൊക്കെയല്ലേ. ഈ ചെറുക്കൻ ഇവന് നമ്മൾ വിളിച്ചാൽ ഓടി വരുന്നവൻ. ഇങ്ങനെ വോട്ട് പോയെന്ന് വരും. സ്ഥാനാർത്ഥി വലിയൊരു ഘടകമാണ് ലോക്കൽ തിരഞ്ഞെടുപ്പിൽ. ബന്ധങ്ങളും. അപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടല്ലല്ലോ എൻ്റെ ആ സംസാരം, CPMന് അനുകൂലമായിട്ടാണല്ലോ. അതിൻ്റെ പേരിൽ ഒരു TV ചർച്ചയിൽ BJP-ക്കാരൻ എന്നെ പുറത്താക്കി. TV ചർച്ചയിൽ നിങ്ങളുടെ വേറൊരു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഒരാൾ പറഞ്ഞു. ഇല്ലില്ല അങ്ങനെ BJP അല്ല എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് പുറത്താക്കി. അങ്ങനെ TV ചർച്ചയിലാണ് ഞാൻ എന്തുവായി ഇതൊക്കെ, ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ്. പിന്നെ അയാൾ എന്നെ ഫോണിലേക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ അന്നേരം പ്രാണൻ രക്ഷിക്കാനായിട്ട് പുള്ളി എന്നെ പുറത്താക്കുകയല്ല, പുള്ളിക്ക് നിവൃത്തിയില്ല. കാരണം ഈ ലോജിക്ക് വേണ്ടത്. അന്ന് എന്ത് സംഭവിച്ചു? എന്നിട്ട് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ CPM തരക്കേടില്ലാതെ പെർഫോം ചെയ്തു ഇല്ലേ? ഈ ആരോപണങ്ങളെല്ലാം നിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ജനം അങ്ങനെ പെരുമാറിയത്? ചേട്ടൻ എനിക്ക് പറഞ്ഞ അതേ കാര്യം എനിക്ക് ഇപ്പോഴും അല്ല, ഇതേ കാര്യം ഉള്ളപ്പോൾ പോലും സ്റ്റെർലിംഗ് പേഴ്സണാലിറ്റീസിനെ ജനം തോൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് എറണാകുളത്തെ PC സിറിയക്. അദ്ദേഹം IAS-കാരനാണ്. തമിഴ്നാട്ടിൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ നിന്നും തോറ്റു. പുള്ളി പോട്ടയെന്ന് വെച്ചിട്ട് വാർഡിൽ നിന്നും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ അവിടെ തോറ്റു. എന്താ സിറിയക് സാറിനൊരു ഒരു കുറ്റം പറയാൻ എന്താ? ഒന്നുമില്ല. ബട്ട് ഹി വാസ് ഡിഫീറ്റഡ്. എന്താ ജനങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? കുഞ്ഞാലിക്കുട്ടിയുടെ കേസ് വന്നു. കുഞ്ഞാലിക്കുട്ടി ഒരു തവണ തിരഞ്ഞെടുപ്പിൽ തോറ്റു. അടുത്ത തിരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്തോ അബദ്ധം പറ്റിയെന്നുള്ള മട്ടിൽ 24,000-ൻ്റെ ഭൂരിപക്ഷം കൊടുത്ത് കുഞ്ഞാലിക്കുട്ടിയെ ജയിപ്പിച്ചു കുറ്റിപ്പുറത്ത് നിന്ന്. ഇതാണ് പബ്ലിക്. സോ പബ്ലിക് മെമ്മറി ഈസ് ഷോർട്ട് എന്ന് നമുക്ക് പറയാം. മാത്രമല്ല പബ്ലിക് വളരെ വേഗം മാപ്പ് കൊടുക്കുന്നു. അതെ അതെ, ഉറപ്പായിട്ടും. ഇപ്പോൾ ഈ അഴിമതിക്കാരെയൊക്കെ എടുക്കുന്നു പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അഴിമതി ജനങ്ങൾക്കൊരു വിഷയമാണ്, അല്ലെന്നല്ല. പക്ഷേ നിരന്തരമായി അഴിമതി കേസുകളൊക്കെ വന്ന് ഒരാൾ കുഴപ്പത്തിലാകുമ്പോൾ മാത്രമാണ് അയാളൊരു കുഴപ്പക്കാരനായിട്ട് ജനം കരുതുന്നത്. ഇതുകൊണ്ടാണ് ഈ അഴിമതി കേസുകളുള്ള ആൾക്കാർ പോലും BJP-യിൽ വരുമ്പോൾ BJP അവരെ എടുക്കുന്നത്. BJP-യോട് ചോദിക്കും, നിങ്ങൾ തന്നെയല്ലേ ഇയാൾക്കൊരു അഴിമതി ആരോപണം കൊണ്ടുവന്നു, എന്നിട്ട് നിങ്ങൾ തന്നെ ഇയാളെ എടുത്തോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ ജനങ്ങൾ അഴിമതിക്കാരനായിട്ട് ഇപ്പോൾ കാണുന്നില്ല. അയാളുടെ പേരിൽ കേസൊക്കെ ഉണ്ട്, അത് കോടതിയിൽ കിടപ്പുണ്ട്. അതിൻ്റെ ആ കാലം അങ്ങ് കഴിഞ്ഞു. ഇത് തെറ്റാണെങ്കിൽ ഈ തെറ്റ് ചെയ്യുന്നത് ഇന്ത്യ മുന്നണിയും ചെയ്യുന്നുണ്ട്. ലാലു പ്രസാദ് യാദവ് അഴിമതി കേസിൽ ജയിലിൽ പോയ ആളാണ് ഇല്ലേ? ബാലകൃഷ്ണപിള്ള ജയിലിൽ പോയ, VS അച്യുതാനന്ദൻ കേസ് കൊടുത്ത് അവസാനം 1 കൊല്ലത്തെ ശിക്ഷ സുപ്രീം കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ ആ 1 കൊല്ലം പുള്ളി പരോളിലും പിന്നെ ആശുപത്രിയിലും ഒക്കെ ആയിട്ട് എങ്ങനെയോ കഴിച്ചു കൂട്ടി. ഇത് കഴിഞ്ഞിട്ട് മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് ഒരേ പന്തലിൽ VS എണീറ്റ് നിന്ന് ഹസ്തദാനം ചെയ്തു ബാലകൃഷ്ണപിള്ള വന്നപ്പോൾ. അപ്പോൾ പൊതുജനങ്ങൾക്ക് അഴിമതിയെ പറ്റിയുള്ള ധാരണ മാറുന്നതിനനുസരിച്ച് രാഷ്ട്രീയക്കാർ ഇത് അഴിമതിക്കാരെ എടുക്കുകയും കളയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. KM മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഇല്ലാത്ത അടിപിടി നടത്തിയതാണ് LDF. ഇപ്പം മാണി ഗ്രൂപ്പ് ആരുടെ കൂടെയാണ്? ഇപ്പം അവരുടെ കൂടെയല്ലേ? ഇപ്പോഴല്ല, കാലം കുറേ ആയില്ലേ അവരുടെ കൂടെ ആയിട്ട്. സോ ഇത് അപ്പോൾ ജനങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലാഞ്ഞിട്ടാണ്? ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷേ പ്രിയോറിറ്റീസ് മാറുന്നു. ഇതാണ് ഈ മഹാരാഷ്ട്രയിലെ അജിത് പവാർ, മറ്റേ അദ്ദേഹമാരാ അശോക് ചവാൻ, ഇവരൊക്കെ നിങ്ങൾ തന്നെ അഴിമതികാരമാണ്, നിങ്ങൾ തന്നെ എടുത്തില്ലേ എന്നൊക്കെ ചോദിച്ച് ഓൾറെഡി ഈ ഉദ്ധവ് താക്കറെ ഭരിക്കുന്ന കാലത്ത് അശോക് ചവാനെതിരെയുള്ള പ്രൈമറി ഒഫൻസ്, പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്ന് പറയും, എക്കണോമിക് ഒഫൻസ് വിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജിലൻസ് പോലത്തെ സാധനമുണ്ട്. അവർ രജിസ്റ്റർ ചെയ്ത കേസ് അവർ പിൻവലിച്ചു. അവർ പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ ED കേസിന് നിലനിൽപ്പില്ല.
നിങ്ങൾ അടിത്തറ പിൻവലിച്ച് കഴിയുമ്പോൾ ഇ ഡി കേസ് തകർന്നു വീഴും. ഇ ഡി 2 കേസും ക്ലോസ് ചെയ്യല്ലാതെ അവർക്ക് മാർഗ്ഗമില്ല. സോ ദിസ് വാസ് ഡൺ ബൈ ഇന്ത്യ മുന്നണി. കോൺസിക്വൻ്റ്ലി BJP ഹാസ് ടു ക്ലോസ് ദ കേസ്. ഇതാണ് അശോക് ചവാൻ്റെ കേസിൽ സംഭവിച്ചത്. ഈ ടെക്നിക്കാലിറ്റി ഒന്നും ജനം അറിയുന്നില്ല. അശോക് ചവാന് നല്ല ഗ്രൗണ്ട് ജനങ്ങളോട് പറയുന്നില്ല, പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടികൾ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടെന്ന് അവർ തീരുമാനിക്കും. സിമ്പിളായിട്ട് പറയാൻ അവർക്ക് അറിഞ്ഞുകൂടായിട്ടില്ല. ആ സബ്ജക്റ്റ് ഓപ്പൺ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, ലാഭം എന്ന് വിചാരിക്കും. ഇപ്പോൾ സിമ്പിളായിട്ട് ഐസ്ക്രീം കേസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുഞ്ഞാലിക്കുട്ടിക്ക് സാധിക്കും. പക്ഷേ കുഞ്ഞാലിക്കുട്ടി അത് ചെയ്യുക ഇല്ല. ഹി വിൽ നോട്ട്. കാരണം അത് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ പുള്ളിക്ക് നഷ്ടം ഉണ്ടാകുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാണല്ലോ പിന്നെ എക്സ്പ്ലനേഷൻ. ഈ എക്സ്പ്ലനേഷനിൽ എന്തെങ്കിലും വായുന്നൊരു അബദ്ധം വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതായി അടുത്ത ബഹളം. സോ ഒരു ക്ലവർ പൊളിറ്റീഷ്യൻ വിൽ നോട്ട് ഓപ്പൺ എനി കോൺട്രവേഴ്സി ഓൺ ഹിംസെൽഫ് ഓർ ഹിസ് ഫ്രണ്ട്സ്. ഇതാണ് രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. അതൊക്കെ ഇരിക്കുമ്പോൾ പോലും ഞാൻ നടത്തിയ ഒരു വൈൽഡ് ഗസ് അല്ല, ബട്ട് ഈ ഹ്യൂജാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ സൈസ്. ഫോർ എക്സാമ്പിൾ കൊല്ലം 14 ലക്ഷം വോട്ടർമാർ മറ്റാണ്. അതിൽ നിന്ന് 4 പേരെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാനീ പറയുന്നത്. ഈ 4 പേരിൽ ഒരാളൊഴിച്ച് ബാക്കി 3 പേരും പ്രോ BJP ആണ്. അപ്പോൾ അവരുടെ ഫീഡ്ബാക്ക് എങ്ങനെ ഇരിക്കും എന്ന് ആലോചിച്ചു. ആ ഫീഡ്ബാക്കിൻ്റെ പുറത്താണ് ഞാനിവിടെ ഇരുന്ന് ഈ ഗീർവാണ് അടിക്കുന്നത്. ആറ്റിങ്ങലാണ് ഫസ്റ്റ് ചാൻസ്, സെക്കൻഡ് ചാൻസ് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്, തേർഡ് ചാൻസ് എന്നൊരു ചാൻസ് ഉണ്ടെങ്കിൽ കാസർഗോഡ്, പാലക്കാട്, പത്തനംതിട്ട, ആലപ്പുഴ. അല്ല, അപ്പോഴും ചാൻസ് മാത്രമേ ഉള്ളൂ BJPക്ക്. ചാൻസ് അല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ. അല്ല, ഇപ്പോൾ നമുക്ക് എറണാകുളത്ത് പറയാം IBA ജയിക്കൂ എന്ന് പറയാം. അതുപോലും ഞാൻ പറയില്ല. എനിക്കത് അറിഞ്ഞുകൂടാനിട്ടില്ല. അതുപോലും ഞാൻ പറയില്ല. ഇറ്റ്സ് നോട്ട് കറക്റ്റ് ടു പ്രെഡിക്റ്റ് ദാറ്റ്. സപ്പോസ് IB തോറ്റുപോയി എന്ന് വെച്ചോ, നിങ്ങൾ എന്ത് സമാധാനം പറയും? അപ്പോഴാണ് നിങ്ങൾ EVM-നെ കുറ്റം പറയുക. അത് യു വിൽ ബി ഫ്രസ്ട്രേറ്റഡ്. സോ ഫോർ നോട്ട് ഗെറ്റിംഗ് ഫ്രസ്ട്രേറ്റഡ് ടുമോറോ, ടുഡേ യു ബി ഓണസ്റ്റ്. കുറച്ച് കോഷ്യസ് ആവുന്ന നല്ലതാണ്. കോഷ്യസ് അല്ല, ഓണസ്റ്റ് ആവുന്നു. നമുക്ക് ആർക്കും അറിയില്ല EVM-നുള്ളിൽ എന്തായിരിക്കുന്നത്. ബട്ട് ഇങ്ങനൊരു ചോദ്യം ഞാൻ ഇന്ന് വരെ ഒരു TV ചർച്ചയിൽ ഒരു സ്ഥലത്ത്, ഞാൻ സാധാരണ ഇലക്ഷൻ ചർച്ചകൾക്ക് പോകാറില്ല. ഈ ലൈവ് ചർച്ചകളിൽ എണ്ണുന്ന ദിവസം ചർച്ച, വോട്ടിങ്ങിൻ്റെ ദിവസം, ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല. യു ഗോ ത്രൂ മൈ ഹിസ്റ്ററി ഫ്രം 2015 or 14, അന്ന് മുതലാണ് ഞാൻ TV-കളിൽ പോകാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ നോക്കൂ, ഞാനൊരു ഇലക്ഷൻ പ്രവചനവും നടത്തിയിട്ടില്ല. ആ ചർച്ചയ്ക്ക് ഞാൻ പോയിട്ടില്ല. പന്തലിട്ട് ചർച്ചയുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഇതിന് ഞാൻ പോയിട്ടില്ല. ഞാൻ ഒഴിഞ്ഞു നിന്നിട്ടേ ഉള്ളൂ. ഇത്തവണ നമ്മൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ABC-യിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ABC-യിൽ ചെയ്തോളൂ, അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ബേസിക്കലി ഈ ഒരു പ്രവചനത്തിന് തയ്യാറല്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ വോട്ടർമാരെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സായിട്ടുള്ള BJP-ക്കാരോട് അമിതാവേശം കാണിക്കുന്ന ആൾക്കാർ, ചേട്ടാ മോദി അങ്ങനെ തോറ്റുപോയാൽ നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങും, നീ വല്ല വണ്ടിക്കും തലവയ്ക്കായിരിക്കുന്നു. ഡോണ്ട് ഗെറ്റ് ടൂ മച്ച് എക്സൈറ്റഡ് ഇൻ പൊളിറ്റിക്സ്. എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഇൻ പൊളിറ്റിക്സ്. ബി മെൻ്റലി പ്രിപ്പയർഡ്. വൈ ഷുഡ് യു ഗെറ്റ് അൺനെസറിലി വറീഡ് അബൌട്ട് ദ ഹോൾ തിങ് വിച്ച് ഈസ് നോട്ട് ഇൻ യുവർ കൺട്രോൾ. ദ വോട്ട് ഓൾറെഡി EVM-നകത്ത് ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ സുനിലിന് അതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. വെറുതെ വിഷമിക്കാം. ആൻഡ് ദിസ് ഐഡിൽ വറിയിങ് വിൽ സ്പോയിൽ യുവർ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് ഓൾസോ. നെവർ ഗോ ഫോർ ദാറ്റ്. ശരി, വരുമ്പോൾ ഏതായാലും ഞാൻ TG പറഞ്ഞു സമ്മപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. BJPക്ക് ഒരു സീറ്റിന് ഉറപ്പായും സാധ്യത കാണുന്നുണ്ട്. സാധ്യത അത് ആറ്റിങ്ങലാണ്. സാധ്യതയിൽ മുമ്പിൽ നിൽക്കുന്ന ആറ്റിങ്ങലാണ്. ഇത് തിരിയാൻ വല്ല നേരെ തൃശ്ശൂരും തിരുവനന്തപുരം ആറ്റിങ്ങൽ തോറ്റുപോകും. ഓക്കെ, വെറുതെ 100 വോട്ട് മറിഞ്ഞാൽ 200 വോട്ടിൻ്റെ വ്യത്യാസം വരുന്ന ഏർപ്പാടാണ് ഈ ഇലക്ഷൻ. അതുകൊണ്ടാണ് ഞാൻ ഈ കുന്തം ചെയ്യാത്തത്. പിന്നെ സൂര്യനിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയ രണ്ടാമത്തെ കാര്യം, എല്ലാവരും പറയുന്ന പോലെ LDF-ന് 0 അതിൽ കൂടുതൽ സീറ്റുകൾ കിട്ടും. ശൈലജ ജയിക്കും തീർച്ചയായിട്ടും. അത് TG ഉറപ്പിച്ച് പറഞ്ഞു. എൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ 10, 15, 14, 13 ലക്ഷം ഒക്കെയാണ് വോട്ടർമാർ. അതിൽ നിന്ന് ഒരു 4 പേരെ വിളിച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്ര ചെറിയ സാമ്പിളാണെന്ന് ആലോചിച്ചു നോക്കും. എത്ര വലിയ മാർജിൻ ഓഫ് എറർ അതിൽ വന്നിട്ടുണ്ടാകും ആലോചിച്ചു. കാരണം
അതിനകത്ത് ഒരു നിഷ്പക്ഷനും ബാക്കി മൂന്നും ഈ പറഞ്ഞ ആക്റ്റീവ് ബി ജെ പി, പാസീവ് ബി ജെ പി, എക്സ് ബി ജെ പി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാനൊരു അവർക്കുള്ളിൽ ബി ജെ പിയുടെ ഒരു സാധാരണമുണ്ട്. ഒരു കാര്യം അതും കൂടെ ചേർത്തേ അവർ പറയുള്ളൂ. ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ പലയിടത്തു നിന്നും എല്ലാ മണ്ഡലത്തിൽ നിന്നും ഈ സുഹൃത്തുക്കളോട് സംസാരിച്ചു എന്നല്ല പറയുന്നത്. അപ്പോൾ LDF ഒരിടത്തെ സാധ്യതയുള്ളോ? ഇല്ല, പല സ്ഥലത്ത് സാധ്യതയുണ്ട്. പല സ്ഥലത്ത് സാധ്യതയുണ്ട്. ഒരു 6-7 സീറ്റ് വരെ കിട്ടാം. ഞാനത് എഴുതി വെച്ചത് ഞാൻ വായിക്കാം. ഒന്ന് വായിക്കും. 1, 2, 3, 4, 4 സീറ്റിൽ അവർ ഫസ്റ്റ് ഈ ആറ്റിങ്ങൽ പോലെ നിൽക്കുന്നു. 1, 2, 3, 4, 5, 6 സീറ്റിൽ അവർ ഫസ്റ്റ് സർക്കിളിൽ നിൽക്കുന്നു. അപ്പോൾ 4 മുതൽ 10 വരെ കിട്ടാം. ഇപ്പോൾ UDFൻ്റെ പറയണ്ട. ഏതായാലും ഇത് എനിക്ക് തോന്നുന്നത് TGയുടെ നിരീക്ഷണം നേരത്തെ ആദ്യകാലത്തെ ഇലക്ഷൻ പ്രോസസ്സ് തുടങ്ങും മുമ്പ് പറഞ്ഞ ഒരു നിരീക്ഷണമാണ്. LDFന് 10 സീറ്റ് കിട്ടിയേക്കും എന്നുള്ള ഒരു നിഗമനം പലരും നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നത്. ഞാൻ ഓഫ് ലൈറ്റ് ഞാൻ കണ്ടത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ LDFനെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് മാധ്യമങ്ങൾ ആളുകളുടെ മനസ്സിനെ ഒരുപാട് സ്വാധീനിക്കുന്നു. പക്ഷേ വോട്ടിങ്ങിനെ അങ്ങനെ സ്വാധീനിക്കാറില്ല. ആൻറ്റി ഇൻകംബൻസി എൻ്റെ മുമ്പിലിരിക്കുന്ന TV-യിൽ മോദി തോൽക്കും എന്ന് പറഞ്ഞ് 4 ചാനലുകാർ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഞാൻ മോദിക്ക് വോട്ട് ചെയ്യാതിരിക്കുക. പക്ഷേ മാത്രമല്ല വർദ്ധിത വീര്യത്തോടെ വോട്ട് ചെയ്തു. അതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ നിരീക്ഷിക്കുന്ന എല്ലാ മാധ്യമങ്ങളും ഈ പിണറായി വിജയൻ പറഞ്ഞ പോലെ നിങ്ങളെല്ലാം കൂടെ ചെറ്റത്തരം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ചൂടാ അങ്ങനത്തെ ഒരു അന്തരീക്ഷം അവരുണ്ടാക്കി. വൈ ഇറ്റ് വാസ് സോ ഐ ഡോണ്ട് നോ. അവർക്ക് ലെഫ്റ്റ് ദംസെൽവ്സ് ദേ വാണ്ട് LDF ടു വിൻ. പിന്നെ ഇത് കേന്ദ്രത്തിലായതുകൊണ്ട് കോൺഗ്രസ് അല്ലേ ജയിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാം കൂടെ കാലുമാറിയത്. ഈ ഏഷ്യാനെറ്റിൽ PG സുരേഷ് കുമാർ, മനോരമയിൽ ഷാനി, മാതൃഭൂമിയിലെ അഭിലാഷ്, ഇവരൊക്കെ എല്ലാവരും കാലുമാറിയതായിട്ട് എനിക്ക് തോന്നി. UDFൻ്റെ ഭാഗത്തേക്ക് LDFനെ ഉപേക്ഷിച്ചു. ബട്ട് അതൊരു റിയലിസ്റ്റിക് അല്ല. ഞാൻ ആ പ്രൊപ്പഗാൻഡയിൽ പെട്ടിട്ടുമില്ല. LDF ഈസ് സ്റ്റിൽ എ ഹ്യൂജ് ഫോഴ്സ് ഇൻ കേരള. അവരെ വെറുതെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഫീഡ്ബാക്കും ഏകദേശം അങ്ങനെ തന്നെ വരുന്നുണ്ട്. ഏതായാലും ഇതുവരെ ആരും പറയാത്ത തരത്തിലുള്ള ഒരു കാൽക്കുലേഷനോ നിഗമനമോ പ്രവചനമോ എന്തോ ആണ് TG നടത്തിയിരിക്കുന്നത്. ഇനി ജൂൺ 4 പെട്ടി പൊട്ടിക്കട്ടെ. ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം ഞാൻ പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് ഈ സംസാരം അവസാനിപ്പിക്കും. ഞാനിത് പറയാറുള്ള ആളല്ല. ആദ്യമായിട്ട് പറഞ്ഞതല്ലേ, നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.